നാട്ടിൽ ആർക്കും വേണ്ടാണ്ട് കളഞ്ഞ സാധനം ഇവിടെ 4 പൗണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിന്നൊരു ടിപ്പിക്കൽ UK ഷോപ്പിംഗ് ഡേ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടാ, ഈ സാധനം പണ്ടൊക്കെ അമ്മ കഴുകി മുറിച്ച് മുന്നിൽ കൊണ്ടുവച്ചാലും കഴിക്കൂല, അപ്പോൾ അതെടുത്ത് മുഖത്തേക്കുവേനു ഞാൻ. പക്ഷെ ഇപ്പം കണ്ട അതിൻ്റെ പൈസയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് പണ്ടത് കഴിച്ചാൽ മതിയേനു എന്ന്. എന്ത് ചെയ്യാനാണ്, അപ്പം പിന്നെ വിവരമില്ലല്ലോ. ഇപ്പോഴും വലിയ വിവരമുണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രോക്കോളി എടുത്തു കേട്ടോ. പിന്നെ ഈ പച്ചക്കളർ സാധനങ്ങളൊന്നും എനിക്കും എൻ്റെ ചുറ്റുമണിക്കും കണ്ണി പിടിക്കാത്തതുകൊണ്ട് വെറുതെ എല്ലാം നോക്കി നടന്നൊന്നും എടുക്കൊന്നുമില്ല കേട്ടോ, ഒന്നും എടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ ഈ സാധനം നമ്മുടെ നാട്ടിൽ ചീരയില്ലേ, ഇത് എല്ലാ ആഴ്ചത്തെ ഷോപ്പിങ്ങിനും എനിക്ക് മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനം കേട്ടോ. കഴിക്കാനല്ല, ഫ്രിഡ്ജിൽ വെച്ച് കളയാൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറച്ച് ബട്ടർ ഫ്രൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴൊക്കെ ഇതിന് വലിയ പേരാണല്ലോ അവക്കാഡോ എന്നൊക്കെ, പക്ഷെ എനിക്ക് പണ്ടത്തെ ബട്ടർ ഫ്രൂട്ട് തന്നെയാട്ടോ. ഇതും പണ്ട് ആർക്കും വേണ്ടാണ്ട് നാട്ടിൽ കളഞ്ഞ സാധനം, ഇപ്പം എന്ത് ചെയ്യാനാണ്, കഴിച്ചല്ലേ പറ്റൂ. പിന്നെ നേരെ പോയത് സ്ട്രോബെറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോബെറിയുടെ പൈസ ആണെങ്കിൽ ഇത് കണ്ടില്ലേ, 3.99, നാട്ടിൽ ഏകദേശം 400+ വരുവേ. പിന്നെ അടുത്തത് വഴുതനങ്ങ, ഇതും കൂടെ കറി വെക്കാനൊന്നും അല്ല കേട്ടോ, വെറുതെ കളയാൻ വേണ്ടിയിട്ടാണ്, ഫ്രിഡ്ജിൽ വെച്ച് കളയും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പോയി പാലൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി. ചിക്കൻ ആണെങ്കിൽ നമുക്ക് നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ഫ്രഷ് ഒന്നും കിട്ടില്ല. ഇങ്ങനെയൊക്കെ മുറിച്ച് വെച്ചിട്ടാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ഹോൾ ചിക്കൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലെഗ് പീസോ, അങ്ങനെ ഓരോരോ പീസൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പൊതുവെ ഹോൾ ചിക്കനാണ് എടുക്കാറ്. പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ പോയി കേട്ടോ. മീൻ വാങ്ങാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ ചന്തയായിരിക്കുമല്ലോ മനസ്സിൽ വരുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇവിടുത്തെ മീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചുട്ടൂനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു കേട്ടോ. ഇവിടുന്ന് ഒരു സാധനം എടുക്കാൻ പോകുന്നില്ല, നമുക്ക് രണ്ടാൾക്കും അറിയാമെങ്കിലും ഇവിടെ ഒരു 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു മനസ്സുഖ. അത് കഴിഞ്ഞാണ് ഞാൻ ഈ കുറേ കുഞ്ഞ് കളർഫുൾ സാധനങ്ങൾ കാണുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി ഏത് കളറാണ് എടുക്കേണ്ടതെന്ന്. പിന്നെ കുറേ നേരം അവിടെ നിന്ന് തപ്പിക്കളിച്ചാൽ ഒന്നും കിട്ടൂല എന്ന് എനിക്ക് അറിയുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് വരാന്ന് വെച്ചാൽ എടുത്തോട്ടോ. ഞാൻ എന്നിട്ട് ഈ സാധനം എടുക്കുമ്പോൾ ഷുട്ടുവിനോട് ചോദിച്ചു, അല്ല നീ കഴിഞ്ഞവണ വാങ്ങിയത് തന്നെ ഇതുവരെ വെച്ചില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ശരി, എന്നാൽ പിന്നെ തിരിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മൾ നേരെ പോയത് ചെമ്മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെമ്മീനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഇങ്ങനെ പ്ലാസ്റ്റിക്കിലെ ഫ്രോസൺ ചെമ്മീനാണ് കേട്ടോ ഇവിടെ കിട്ടുക. ഭയങ്കര എക്സ്പെൻസീവും കൂടാണ് കേട്ടോ. കുറുക്കൻ ചെത്താലും കണ്ണ് കോഴിക്കൂട്ടിലാന്ന് പറയില്ലേ, അതുപോലെ കേട്ടോ. ബില്ലിംഗ് സെക്ഷനിലാണ് നിൽക്കുന്നത്, എന്നാലും ഞാൻ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കാം ഇനി എന്താ വാങ്ങാന്ന്. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അറിയുന്നുണ്ട് ചുട്ടുമണി എന്നെ ഫോഴ്സ് ചെയ്ത് ബില്ലടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ. ഇപ്പം ഈ വാങ്ങിയ സാധനത്തിൽ പാതി നമ്മൾ കഴിക്കില്ല, പാതി നമ്മൾ കഴിക്കാണ്ട് കളയുന്ന സാധനങ്ങളാണ്. എന്നാലും വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്തോ ഒരു സമാധാനം. അതൊരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ആഴ്ചത്തെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതെല്ലാം എടുത്ത് കളയുന്ന വേറെ ലെവൽ ഓഫ് സമാധാനം കേട്ടോ. ഇതിൽ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ. വിട്ടുപോയതെല്ലാം എടുക്കാത്തതാണ്, കാരണം ആൾക്കൂട്ടം കൂടുതലുള്ള അവിടെ വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചോട്ടോ. പിന്നെ എല്ലാം ബില്ലടിച്ചു, പേയ്മെൻറ്റും കൂടെ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.